നിന്റെ ഒറ്റ നിർബന്ധത്തിലാണ് കയറിയേ. മഞ്ഞ് വേണമായിരുന്നു കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിൽ. കേരളത്തിലെ ആളെക്കാൾ കൂടുതൽ കർണാടകത്തിലെ ആൾക്കാരാട്ടോ കൂടുതൽ വന്നു പോന്നെ. എൻ്റെ പുറകു സൈഡ് ഞാൻ കാണിച്ചു. ശരിക്കുള്ള വ്യൂ ഇതല്ല കേട്ടാ, കാണിച്ചരാ. ഇത് കൊക്കേനെ കേട്ടോ ശരിക്കും. എവിടെ വീഡിയോ ഓൺ ആയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ, വ്ലോഗ്. എങ്ങനെയുണ്ട് വേണ്ട വന്നിട്ട്? അടിപൊളിയല്ലേ? അപ്പോൾ കഴിച്ച് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റാണിപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ആ ട്രിപ്പ് പോകുന്നത്. ഒന്ന് എൻ്റെ പെങ്ങളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. അവിടെ ചെന്നിട്ടാണ് ഓക്കെ സെറ്റ്. അങ്ങനെ അവസാന ശ്രമത്തിനിടയിൽ ഗൈസ് അങ്ങനെ വന്നിരിക്കുന്നത്. വാടാ. അപ്പം ഞങ്ങൾ പോകുന്നത് കണ്ടിട്ട് ഒരാൾക്ക് സങ്കടം ഗൈസ്. നീ വരുന്നോ? അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അതുപോലെ തന്നെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 80 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. സീസൺ ടൈം അനുസരിച്ച് ഇത് ഒരുപാട് മാറാറുണ്ട്. ആ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറസ്റ്റേഴ്സിൻ്റെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പൈസ അവിടെ ഈടാക്കി വെക്കുന്ന കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ കുപ്പി അവിടെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൈസ തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ 2 സൈഡിലായിട്ടും മരത്തിൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കയറി പോകുന്ന സമയത്ത് നമുക്ക് അത്ര മടുപ്പ് തോന്നാറില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തണലാണ് ഇതിനകത്തൂടെ പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. കാരണം നമുക്കൊരു 2 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് ഇതിനകത്തൂടെ നടക്കാനുണ്ട് ഏറ്റവും ടോപ്പിലെത്താനായിട്ട്. അതുപോലെ തന്നെ മഴയുള്ളൊരു സീസൺ ടൈം നോക്കിയാണ് നിങ്ങൾ കൂടുതലും പോകാൻ ശ്രമിക്കുക. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മഞ്ഞും അതിൻ്റെ ഫീലും മനസ്സിലാവണമെങ്കിൽ കൂടുതലും മഴയുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ല. നമ്മളെന്തോ കയറുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു, പക്ഷെ നമുക്ക് അവിടെ ടോപ്പിലെത്തിയ സമയത്ത് നമുക്ക് മഴ കിട്ടി. ആദ്യത്തെ ഫോറസ്റ്റ് കഴിഞ്ഞു. പാമ്പുണ്ട്, സൂക്ഷിക്കുക എന്നല്ലേ? അതെ. ആദ്യത്തെ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും പുല്ലുകളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന മലയിൽ ഏറ്റവും 4ാമത്തെ മലയിലാണ് നമുക്ക് പോകേണ്ടത്. ഏറ്റവും ലാസ്റ്റ് എൻ്റെ അവിടെയാണ് കേട്ടോ ഇതിൻ്റെ.
അതുപോലെ തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളും ഇങ്ങനെ ഒരു ജീവി കരയുന്നത് കേട്ടിട്ടുണ്ടാകും, പക്ഷെ അതിനെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ആരെങ്കിലും കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതാണ് കേട്ടോ ചീവീട്, അതായത് വലിയ ഫോറസ്റ്റുകളിലും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്ന ഈ ചെറിയ ജീവിയാണ്. പക്ഷെ നമ്മൾ എത്ര നോക്കിയാലും അതിനെ കാണാൻ പറ്റൂല. ആദ്യത്തെ ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര കയറ്റം വരുന്നില്ല. കൂടുതലും നിരപ്പായ സ്ഥലവും പുല്ലും ആണ് കൂടുതലും മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു തിരക്കുള്ള ദിവസം കേട്ടോ ഇന്ന്. അതുപോലെ തന്നെ വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് വീഡിയോയും ഫോട്ടോസും എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ റാണിപുരം പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ റാണിപുരം എന്ന സ്ഥലം. അതുപോലെ തന്നെ നിങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവുക. കാരണം നമുക്ക് ഏറ്റവും ഫീസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്രയും നല്ലൊരു പ്ലേസ് പോയി കാണുക എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും ഭാഗ്യമാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് കേട്ടോ റാണിപുരം അറിയപ്പെടുന്നത്. കാരണം അത്രയും ഫീലാണ് ശരിക്കും അവിടെ. ആ കോടമഞ്ഞും അതൊക്കെ വന്നു കഴിഞ്ഞാലുള്ളത്. നമ്മളതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് മാക്സിമം മഴയുള്ളൊരു സമയം ചൂസ് ചെയ്യാം കേട്ടോ. ആ കാണുന്ന സ്ഥലത്താട്ടോ നമ്മൾ ആദ്യം വണ്ടി നിർത്തി കയറി വന്ന സ്ഥലം. അവിടെ നിന്നാണ് വന്നത്. ഈ മഴ പെയ്യുമല്ലോ, മഴ പെയ്താലേ ഒരു രസമുള്ളൂ കേട്ടോ. ഇടിമിന്ന അതല്ലേ പോയവരാരെങ്കിലും ഉണ്ടോ? മഴ പെയ്യാണ്ട് രക്ഷയില്ല മോനെ. അങ്ങനെ ഫൈനലി ഒരുവിധം ഇതിൻ്റെ പകുതി എത്തിയുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ആളുണ്ട് കേട്ടോ വന്നു പോന്നു. കടയുണ്ട് കടയുണ്ട് കഴിച്ച് ഒരു പെട്ടിക്കടയുണ്ട്. അയ്യോ നീ പോയിട്ട് 2 ചായയും പൊറോട്ടയും പറ. ചേട്ടാ ഒരു 3 വെള്ളമില്ലേ? എന്തെന്നാ അത്? തിരിച്ചു വരുമ്പോ കിട്ടുമോ? ആ മതി. ഞാൻ പ്രതീക്ഷയും പോയി. വെള്ളമില്ല കേട്ടോ അവിടെ. അപ്പോൾ താഴ്ന്നു വരുന്ന ആൾക്കാർ വെള്ളം മേടിച്ചിട്ട് വരാൻ മാക്സിമം ശ്രമിക്കാം. എന്നോട് ആ കാണുന്ന കല്ലാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ ഏറ്റവും ടോപ്പ് വരുന്നത് അവിടെയാണ്. നമ്മളവിടെ എത്തിയ സമയത്തേക്ക് ഏകദേശം ഒരുപാട് കോടമഞ്ഞ് വന്ന് കയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ശരിക്കും ഇതിൻ്റെ ഫീല് മനസ്സിലാവണമെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ബാക്ക് സൈഡ് കണ്ടാൽ നമുക്ക് നേരത്തെ വന്ന സ്ഥലമൊന്നും കാണാൻ പറ്റൂല, അത്ര അധികം കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. ഇപ്പം ചുറ്റും
ചുറ്റുപാടം നോക്കിയാൽ മനസ്സിലായി. ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഭാഗ്യം. ഇത്രയും വ്യൂ ചെറിയ പണിയൊന്നുമല്ല, ചില സമയത്ത് മാത്രമേ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കതിനുള്ള ഭാഗ്യമുണ്ട്. ഒരു സൈഡ് കാണുന്നില്ല കേട്ടോ. ഇതിനപ്പുറത്തൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ ഫൈനലി തിരിച്ചു പോവാട്ടോ. ഇതിനകത്തൂടെ തന്നെ പോവാം. എങ്ങനെയുണ്ട് വേണം വന്നിട്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും കാസർഗോഡുള്ള ആൾക്കാരൊക്കെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ റാണിപുരം. ഇനി ഇവിടുന്ന് താഴെ എത്തലെന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. ഓക്കെ, കാറ്റ് കാരണം എല്ലാവരും അവിടെ ഇതിലല്ല വഴി, ഇതിലല്ല വഴി. വീഡിയോ ഓൺ ആയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ, വ്ളോഗ്. ശരിക്കും ഇവിടുത്തെ സീസൺ ടൈം എന്ന് പറയുന്നത് മെയ് ജൂൺ തൊട്ട് ഡിസംബർ വരെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ.